Hello, ladies and gentlemen. Welcome back to our channel, Our Happy Face. അതെ Our Happy Face. ഇന്ന് ദിസ് ഈസ് സംതിങ് ഒരു അഡ്വഞ്ചർ ആയിട്ട് നമുക്ക് പറയാം. കാരണം ഇവിടെ മഴ പെയ്തിട്ട് വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയാണ് യു എയിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സിറ്റുവേഷനിൽ എയർപോർട്ട് പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. അതായത് എൻ്റെ ഫ്രണ്ട് പാർട്ട്ണർ ഹീ ഈസ് കമ്മിങ് ഫ്രം ഇന്ത്യ ബാക്ക് ടു UAE. So already his flight is delayed for more than 3 hours ഡിലേ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തേനപ്പോൾ നമ്മൾ പോകുന്നു. ആളെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റ്. ആൾ ഫ്ലൈറ്റ് കയറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് ശരിക്കും മഴ പെയ്ത് ഇങ്ങനെ റോഡ് ബ്ലോക്ക് ആയിരിക്കുമ്പോൾ പോകേണ്ടതല്ല, പോകാൻ പാടുള്ളതല്ല. ബട്ട് ബിക്കോസ് ഓഫ് റീസൺസ് ഐ എം ഗോയിങ് ഔട്ട്. ഓക്കെ, ആളെന്തായാലും പിക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ, വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ ഒരു വ്ളോഗിൽ UAE മഴ പെയ്ത് വെള്ളം കയറിയിട്ടുണ്ടായിട്ടുള്ള പോകുന്ന വഴിയിലുള്ള അവസ്ഥകളും കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചു തരാം. പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ, എങ്ങനെയാണ് റോഡ് ബ്ലോക്ക് ആവുന്നത് എന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. സേഫായിട്ട് തിരിച്ചു വരും. ദാറ്റ് വി വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി വീഡിയോയിൽ നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ വെതർ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് ഓൾറെഡി. ക്ലൗഡ്സൊക്കെ പോയി. ഇപ്പോൾ ചെറിയൊരു സൺലൈറ്റും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങി. കണ്ടോ, ദേ കാണുന്നു നമ്മുടെ സൺലൈറ്റ്. സൂര്യൻ വന്നു. ഇതാ ഇപ്പോൾ ലൈറ്റ് ആയിട്ടുണ്ട്, ക്ലൗഡൊക്കെ പോയി, എല്ലാം ക്ലിയറാണ്. ബട്ട് ഇവിടുത്തെ ഇഷ്യൂ എന്താ വരികയെന്ന് വെച്ചാൽ റോഡ് മുഴുവൻ വെള്ളം ഓൾറെഡി നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. ആ ഒരു വെള്ളം വലിഞ്ഞു പോകണം. അതിനുള്ളൊരു ടൈം കാര്യങ്ങളാണ് എടുക്കുക. എന്തായാലും നമുക്ക് വിശേഷം ഇനി നമുക്ക് റോഡിൽ ഇറങ്ങിയിട്ട് കാണാം. അതാണ് നല്ലത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. സോ ഗായ്സ്, ദേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റിലേക്ക് പോകുന്നു. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം. നമ്മൾ സേഫായിട്ട് ഫസ്റ്റ് ലെവലിലാണ് നമ്മുടെ പാർക്കിംഗ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ വണ്ടി സേഫാണ്, വെള്ളം അങ്ങനെ ടച്ചായിട്ടില്ല. എന്തായാലും ഇതേ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിക്കൊണ്ടേയിരിക്കുന്നു. അല്ലേ, എന്താ നീ ഒന്നും മിണ്ടാതിരിക്കണം? എന്ത് പറ്റി രമണി? മഴയത്ത് ഉറങ്ങാൻ തോന്നുന്നു. ഓ, നിന്നോ? ഇനിയിപ്പോൾ ആ ഒരു വെള്ളം റോഡിലുള്ളതൊന്ന് പോയി ക്ലിയർ ആവുക വേണ്ട. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ലിഫ്റ്റുകൾ ഓപ്പണായി. സോ ദേ നമ്മുടെ വണ്ടി ലവിഡിയൊക്കെ എടുക്കുന്നു. പാണ്ഡു ഈസ് ഹിയർ റെഡി ഫോർ ദി ഫൈറ്റ്. സോ ഗൈസ്, അങ്ങനെ നമ്മളിതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൽ നമുക്ക് ഉമ്മൽക്കൈനിൽ ചെറിയൊരു സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ചെറിയ കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ടാവും നമ്മൾ ഫർദർ റാസൽ ഖൈമ എയർപോർട്ടിലേക്ക് പോവുക. ഉമ്മൽക്കൈൻ ടച്ച് ചെയ്യാതെയും പോവാം. ബട്ട് നമുക്കിന്ന് ഉമ്മൽക്കൈൻ കൂടിയേ പോകാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ആ ഒരു കുറച്ച് വർക്ക് ഉണ്ട് അവിടെ. അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്ക് പോകുന്ന വഴിയിൽ ഉമ്മൽക്കൈനിലൊരു സ്റ്റോപ്പ് ഉണ്ട്. അല്ലേ, ഉമ്മൽക്കൈനിലൊരു സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ചെറിയ കുറച്ച് പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റാസൽ ഖൈമയിലേക്ക് ഹെഡ് ചെയ്യുക. അപ്പോൾ ഓൺ ദി വേ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇനി വീഡിയോ കൂടുതൽ നമ്മൾ ഡാഷ് ക്യാം വെച്ചിട്ടാവും. ഡാഷ് ക്യാം മീൻസ് ഫ്രണ്ടിൽ വയ്ക്കുക. ഞാൻ എപ്പോഴും ഇവിടെയാണ് ക്യാമറ ഫിക്സ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊന്ന് ഫിക്സ് ചെയ്തിട്ടാവും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് റോഡും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് റോഡ് കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കാം. യെസ്, നമ്മൾ സ്റ്റാർട്ടായി. ക്ലൈമറ്റ് ക്ലൗഡ് ഇപ്പോൾ പോയിട്ടാ ക്ലിയർ സ്കൈ ആയി എന്ന് പറയാം. അല്ലേ, ബ്ലാക്ക് ക്ലൗഡ്സ് പോയി, കുറച്ചൊരു ഡാർക്ക് ബ്ലൂ. ആ ഒരു ബ്ലൂ ആയി. അതായത് ക്ലൗഡ് പോയി, ബ്ലാക്ക് ഇത് പോയി, ബ്ലാക്ക് ക്ലൗഡ്സ് ആയിട്ട് മേഘം പോയി. മേഘം എന്നല്ല പറയാ, കാർമേഘം പോയി. അപ്പോൾ ഇനി ഇതേന ക്ലിയർ ആണ് സ്കൈ. ലിറ്റിൽ ബിറ്റ് ഓഫ് സൺലൈറ്റ് ഓൾസോ ഈസ് ദേർ. ലിറ്റിൽ ബിറ്റ് ഒന്നല്ല, ഇനഫ് സൺലൈറ്റ്. നമുക്കിനി റോഡിൽ വെള്ളം ഇവിടെ നേരത്തെ രാവിലെ ഞാൻ വീഡിയോ നമ്മുടെ സ്റ്റാറ്റസ് അല്ല പോസ്റ്റ് ഇട്ടപ്പോഴൊന്നും ഈ ഭാഗത്ത് ഈ ഒരു റൗണ്ട് അബൌട്ടിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ചേട്ടാ. ബട്ട് ഇവിടെ നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് സ്ട്രെയിറ്റ് പോയിട്ട് നമ്മൾ ആ പെട്രോൾ പമ്പ് ഉണ്ട്, നമുക്ക് ആ പെട്രോൾ പമ്പിൻ്റെ ലെഫ്റ്റ് സൈഡ് കൂടെ കയറാൻ പറ്റുമെന്ന് നോക്കാം. ഇത് മഴ പെയ്തൊരു പ്രതീതി പോലും ഇല്ല, ഒന്നുമില്ല. മഴ പെയ്തു എന്ന് തന്നെ തോന്നുന്നില്ല. അത്ര ക്ലിയറായി, എല്ലാം വൃത്തിയായി, പൊല്യൂഷനൊക്കെ കുറഞ്ഞിട്ടുണ്ടാവുന്നു. പൊടി ഫുൾ നൈറ്റ് മഴ ഉണ്ടായിരുന്നു. അതിന്റെ പിന്നെ ഫുൾ വെള്ളം നിറഞ്ഞു കിടന്ന് രാവിലെ മോർണിംഗ് ഇറ്റ് വാസ് റിയലി ബാഡ്. മത്ലബ് റോഡ്സ് ആയാലും ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ താഴെ ആയാലും ഇറ്റ് വാസ് റിയലി ഫ്ലഡഡ്.
ബട്ട് കുറച്ചായിട്ട് ക്ലിയറിംഗ് ദ വാട്ടർ. വെള്ളം ഇവിടെ പെട്ടെന്ന് ടാങ്കർ വെച്ച് വലിച്ചെടുക്കും അവര് ക്ലിയർ ചെയ്യും കേട്ടോ. റോഡിൽ കുറേ വെള്ളം കെട്ടി നിൽക്കാൻ, കാരണം ഇവിടുത്തെ ഡ്രെയിനേജുകൾ പെട്ടെന്ന് ഫില്ലാവും പറഞ്ഞാൽ ഈ സാൻഡ് സ്റ്റോമും കാര്യങ്ങളും പൂഴിയുള്ളത് കൊണ്ട് എത്ര ക്ലിയർ ആക്കിയിട്ടാലും ഡ്രെയിനേജ് സിസ്റ്റത്തിൽ വീണ്ടും വന്ന് ബ്ലോക്ക് ആവും. അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ വെള്ളം സ്റ്റാഗ് ചെയ്യാൻ കെട്ടി നിൽക്കും, പിന്നെ അത് പോവില്ല. അപ്പോൾ അതാണ് മെയിൻ ഇഷ്യൂ. അത് ഇവർ ഗവൺമെൻറ് പരമാവധി ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് എത്രയും വേഗം തന്നെ അവർ ക്ലിയർ ആക്കും അത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ഇറ്റ്സ് ഫൈൻ ആൻഡ് സേഫ്. ബട്ട് സ്റ്റിൽ ഇന്ന് എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം ആയിരുന്നു. പിന്നെ കുറേ ഓഫീസുകൾ ഓഫാണ്. ഞങ്ങളുടെ ഓഫീസും ക്ലോസ്ഡ് ആയിരുന്നു ഇന്ന്. കാരണം ആ ഏരിയയിലൊക്കെ വെള്ളം കയറി. നമുക്ക് അവിടുന്ന് ഒരു പക്ഷേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് അവിടുന്ന് ഔട്ടാവാൻ പറ്റിയിരിക്കും. ഔട്ടായിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് അവിടെയാണ് നമ്മൾ ലോക്കാവുക. പിന്നെ അവിടുന്ന് ചിലപ്പോൾ നമ്മൾ ഇവിടെ അറിയാമല്ലോ, ഇതൊക്കെ സ്ട്രെയിറ്റ് ഇങ്ങനെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സ്ട്രെയിറ്റ് ഒറ്റ വഴിയേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ ആ വഴി ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സിറ്റ് കിട്ടണമെങ്കിൽ പിന്നെ പെടും. അപ്പോൾ ഈ ബീച്ച് എവിടെയെങ്കിലും നമുക്ക് വെള്ളക്കെട്ട് കിട്ടി കഴിഞ്ഞു. അതാണ് അവസ്ഥ. അപ്പോൾ കുറേ കമ്പനികളിൽ നിന്ന് വണ്ടിയും കാര്യങ്ങളായിട്ട് ലൈനിൽ ആരും പോവില്ല. കാരണം ഒരു ദിവസത്തെ പണിയേക്കാളും അത്യാവശ്യവും കാര്യങ്ങളുള്ളതാണ് കമ്പനിയുടെ അസറ്റായാലും വണ്ടികളായാലും സേഫാക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഓഫായിരുന്നു. രാവിലത്തെ ഒരു ക്ലൈമറ്റ് അല്ലേ ഇപ്പോൾ ഫുള്ള് കാണാനുള്ളത്. ബ്യൂട്ടിഫുൾ. അതെ, നമ്മൾ അർമേനിയ പോയപ്പോൾ കണ്ട ഒരു ലുക്ക് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പോകുന്നത് ഉമ്മൽക്വൈനിലേക്ക് പോകാനായിട്ട് നമ്മൾ 311 സ്ട്രെയിറ്റ് എടുക്കാം. കാരണം ഞാൻ അജ്മാൻ കൂടി പോകുന്നില്ല. അജ്മാൻ കൂടി പോകാമെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ 1-2 റൗണ്ട് അബൌട്ട്സ് വരുമ്പോൾ, മെയിൻ റൗണ്ട് അബൌട്ട്സ് വരുമ്പോൾ അവിടെ ചെറിയൊരു വെള്ളക്കെട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ 311 പിടിച്ച് സ്ട്രെയിറ്റ് പോകുന്നു. ഈ നേരത്തൊന്നും ഇവിടെ ഇത്ര ട്രാഫിക് കുറവാകുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതല്ല കേട്ടോ. ഇത് ഇന്നിപ്പോൾ എല്ലാവരും അവധി പോലെ ആയതുകൊണ്ടാണ് ഇവിടെ ക്ലിയർ ആയിട്ടിരിക്കുന്നത്. റോഡും ഭയങ്കര വൃത്തിയായി അല്ലേ, കഴുകി. ഇവിടെ എല്ലാം കഴുകി എടുത്ത പോലെയായി. പക്ഷെ 2 ദിവസം മഴ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 2 ദിവസം മഴ, നാളേക്ക് മഴ ഒരു കാരണവശാലും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. നോ ക്ലൗഡ്സ്, നോട്ട് അറ്റ് ഓൾ, നോ റെയിൻ. അതൊന്നും മഴ പെയ്യിക്കില്ല. അതൊന്നും കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും നമ്മളിത് എങ്ങനെ പോകുന്നു. നല്ല വെതർ, നൈസ് ക്ലൈമറ്റ്, സൂപ്പർ ഡൂപ്പർ കൂൾ. അയ്യോ, ഫ്രണ്ടിൽ തന്നെ ഒരു റെഡ് കാണാനുണ്ട് കേട്ടോ, ട്രാഫിക്. എനിക്കറിയില്ല, പേടിയാ. എനിക്ക് വണ്ടി ഭയങ്കര കെയർ ചെയ്തിട്ട് കൊണ്ടു നടക്കും. ഇന്നലെ തന്നെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ 1-2 വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? കാരണം ഇപ്പോഴത്തെ വണ്ടികളൊക്കെ എല്ലാം സെൻസേഴ്സ് കൂടുതലാണ് വണ്ടിയിൽ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഇറങ്ങി ഷോർട്ടായി കഴിഞ്ഞാൽ അതാണ് എൻ്റെ പേടി. സംഭവം ഇറ്റ്സ് ലാൻഡ് ക്രൂസർ പ്രഡോ, ബട്ട് ഐ ഡോണ്ട് ഫീൽ അങ്ങനത്തെ ഒരു റഫ് ടെറൈനിലേക്ക് പോകാനോ അങ്ങനെ റഫായിട്ട് യൂസ് ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ല. എനിക്ക് അത്ര ഇഷ്ടമല്ല, അത് തന്നെ ചുരുക്കി പറഞ്ഞു. അപ്പോൾ ഓൺ ദി വേ ഇനി ഇങ്ങനെ പോവാം. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. റോഡിൽ മഴയോ വെള്ളമോ ഒന്നുമില്ല. മഴ എന്തായാലും എനിക്ക് ഇന്ന് പേടിയില്ല, കാരണം മഴ ഇനിയിപ്പോൾ പെയ്യാൻ സാധ്യതയില്ല. ബട്ട് വെള്ളം ആണ് എൻ്റെ ഒരു ഒറ്റ ആശങ്ക. ഇവിടെ ചെറിയൊരു തിരക്ക് കാണാനുണ്ട്, കുഴപ്പമുണ്ടാവില്ല. ഇത് നോർമൽ, ഇവിടെ റോഡിൻ്റേതായ ഒരു പ്രശ്നമാവാനേ സാധ്യതയുള്ളൂ. നോർമൽ ട്രാഫിക് ആസ് യൂഷ്വൽ. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ UAE നമ്മൾ എവിടെ ട്രാഫിക്കിന് നിന്നാലും ആ ട്രാഫിക് ലൈൻ പാലിച്ച് നിൽക്കും. ട്രാഫിക് നമ്മൾ എവിടെ കുത്തിക്കയറി പോക്ക് വളരെ കുറവല്ല, കുത്തിക്കയറി പോവില്ല ആരും. എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പറായിട്ട് തന്നെ ലൈൻ കീപ്പ് ചെയ്തിട്ട് തന്നെ പോവുള്ളൂ. കണ്ട ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കുക, ഇവിടെ ചെറിയൊരു ട്രാഫിക് ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. ആൾക്ക് റൈറ്റിലേക്ക് കയറണം. അപ്പോൾ ഞാനിവിടെ ഒന്ന് നിർത്തി കൊടുത്ത ആൾക്കാണ്ട് കയറാമല്ലോ. കയറിക്കോട്ടെ, എന്തെങ്കിലും അത്യാവശ്യത്തിനാവും പോണത്, ആയിക്കോട്ടെ, ഓക്കെ ബ്രോ. പക്ഷേ ഇനി അപ്പുറത്തേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു. മിറ്റ്സുബിഷി അട്രാജ്. ഞാനൊന്ന് സ്ലോ ആക്കി കൊടുത്തപ്പോൾ എല്ലാവരും കുത്തിക്കയറി. എനിക്കിത് ഇഷ്ടമല്ല, എനിക്ക് ഈ ഒരു പരിപാടി ഇഷ്ടമല്ല. ഞങ്ങളൊക്കെ ലൈൻ പിടിച്ചിട്ടല്ല വരുന്നത് ബാക്കിൽ നിന്ന്.
അതേപോലെ നിങ്ങൾക്കും പിടിച്ചു വന്നുകൊടുക്കാം. ഞാൻ ഗ്യാപ്പ് ഇടുന്നത് കുഴപ്പം തോന്നുന്നു. എന്താ കേട്ടെ, അവന് അർജൻറ്റ് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവും. അല്ല മോമോ? വെള്ളം കൊടുക്കാറുള്ളത് വെള്ളം വണ്ടി. നമുക്ക് റൈറ്റ് സൈഡിലൊക്കെ കാണാനുള്ളത് ജാഗ്വർ, ലാൻഡ് റോവർ, അതിൻ്റെയൊക്കെ ഷോറൂംസാണ്. ലാൻഡ് റോവറിൻ്റെ ഒക്കെ ഷോറൂമാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാനുള്ളത്. ഇതിൻ്റെ ബാക്കിലുള്ളത് ആക്ച്വലി സൂക്കാണ്, യൂസ്ഡ് കാർസിൻ്റെ സൂക്കാണ്. സൂക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. ഇവിടെ നമ്മളതിന് ബേസിക്കലി മാർക്കറ്റ് എന്നല്ല പറയാം, യൂസ്ഡ് കാർ സൂക്ക്. ഇറ്റ്സ് അറബിക് വേർഡ്. ഇനിയിപ്പോൾ 2 ദിവസം എന്ന് പറഞ്ഞാൽ വണ്ടി കഴുകണോർത്ത് അടിയാവും, ഭയങ്കര റഷാവും. കാരണം നമുക്ക് നാട്ടിലുള്ളവർക്കായാലും അറിയാം, ഇവിടെയുള്ളവർക്ക് എന്തായാലും അറിയുന്നതാണ്, നാട്ടിലുള്ളവർക്ക് അറിയാം. അതായത് ഒരു മഴയത്ത് പോയി കഴിഞ്ഞാൽ എവിടെയൊക്കെ ചെളിയാവും, എങ്ങനെയാണ് വണ്ടി അലമ്പാവുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മൾ റൈറ്റ് കൂടി പോകാനാണ് ഇവർ കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഐ ആം ഗോയിങ് ഓൺ ദി സെയിം ട്രാക്ക് ഓൺലി. സോ ലെറ്റ് മീ മൂവ് ലൈക്ക് ദിസ്. ഇവിടെ നല്ല ട്രാഫിക്കാണ് കാണുന്നത്. ഐ ഡോണ്ട് നോ, ഇത് ഗൂഗിൾ സേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അജ്മാൻ കൂടിയിട്ടാണ് പോകുന്നത്. അജ്മാൻ കൂടിയാണ് പോവാൻ പറയുന്നത്. അപ്പോൾ ആ വഴി പോയി എനിക്ക് ട്രാഫിക് കിട്ടുമല്ലോ, പിന്നെ എന്താ ആ വഴി പോകാൻ പറയണേ. എന്തായാലും മേലേക്ക് കയറുക. ഐ എം ടേക്കിംഗ് ബ്രിഡ്ജ്. ഇവിടെ നല്ല ലെഫ്റ്റിലാണ് ട്രാഫിക്കാണ്. എന്തോ അവിടെ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ നേരെ പോകാൻ പറയുന്നുണ്ട്, ഞാൻ ആ വഴി എടുക്കണം. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് കൂടി സ്ട്രെയിറ്റ് പോവാന്നാണ് കേട്ടോ. റെഡൊക്കെ എടുക്കുന്നത്, ഭയങ്കര റെഡായിട്ടൊക്കെ എടുക്കുന്നത്. ഇവിടെ ചിലപ്പോൾ വെള്ളം ഉണ്ടാവാം, അറിയില്ല. നല്ല ട്രാഫിക് ഉണ്ടല്ലോ അവിടെ. നമ്മൾ തന്നെ ബ്രിഡ്ജ് കയറി ഇനിയിപ്പോൾ ഈ വഴി പോവാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയില്ല, ഈ റൗണ്ട് അബൌട്ട്സ് ഒക്കെ ടച്ച് ചെയ്തിട്ട് പോകണമെന്ന് പറഞ്ഞ വഴിയാണിത്. അവിടെ ഓൾറെഡി തിരക്കുണ്ടാവും, വെള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബട്ട് ഗൂഗിളിന് അറിയില്ല എന്ന് തോന്നുന്നു വെള്ളം ഉണ്ടാവുമോ, എങ്ങനെയാ പ്രശ്നമാണോ എന്നുള്ളത്. അവർ നമ്മൾ കൊണ്ടുപോകണം, ഞാൻ ആ വഴിക്കാണ്ട് പോകണം. ദാറ്റ്സ് ഫൈൻ, ലെറ്റ് us see. അറ്റ്ലീസ്റ്റ് നമുക്കൊരു 4 വീലർ ആയതുകൊണ്ട്, 4 വീലർ അല്ല 4x4, 4 വീലർ ഞാനല്ല കാറ്, എന്തൊക്കെയായി പറയണത്. 4x4 ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ധൈര്യമുണ്ട്. നോക്കാം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് സജസ്റ്റ് ഓർ ഐ ഡോണ്ട് പ്രിഫർ ടു ഫോളോ ദി ഗൂഗിൾ മാപ്പ്. ബിക്കോസ് ഗൂഗിൾ മാപ്പ് എവിടെ തിരക്ക് കുറവുണ്ടോ ആ വഴിക്ക് കൊണ്ടുപോകും, അത് കറക്റ്റാണ്. ബട്ട് ഈ തിരക്ക് ചിലപ്പോൾ വെള്ളം കയറിയിട്ട് കുറഞ്ഞിട്ടുള്ളതാണോ എന്ന് ഗൂഗിളിന് അറിയില്ല. അത് നമുക്ക് ഗൂഗിളിനെ കുറ്റം പറയാനും പറ്റില്ല. അപ്പോൾ പിന്നെ ആ വഴി കൊണ്ടുപോയാൽ അത് പെടും. സാധാരണ ഇവിടെ ഒരു ചെറിയ വെള്ളക്കെട്ട് വരണ സ്ഥലമാണ്. ഇവിടെ റോഡ് പണി കഴിഞ്ഞിട്ട് എനിക്കറിയില്ല എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. എന്തായാലും ഐ തിങ്ക് ഇറ്റ്സ് സേഫ് ഹിയർ. ഇറ്റ്സ് സേഫ്. ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ശരിക്കും വേറൊരു വൈബായിരുന്നു കേട്ടോ. മഴ പെയ്തപ്പോൾ ഫാമിലികളായിരുന്നു കൂടുതൽ റോഡിലുണ്ടായിരുന്നു അല്ലേ. അത് വണ്ടിയിലല്ല, എല്ലാവരും ആ ഒരു കമ്മ്യൂണിറ്റി ഏരിയയിലുള്ളവരൊക്കെ അതെ. വണ്ടി എടുത്ത് എവിടെയും പോകണ്ട, ബട്ട് സ്റ്റിൽ ദേ വർ ലൈക്ക് walking and taking pictures and all. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ ആൾക്കാർ കുറേ, മോസ്റ്റ് ഓഫ് ദി റെസ്റ്റോറന്റ്സ് വർ ഫുൾ. കണ്ടപ്പോൾ റൈറ്റ് സൈഡിലേക്ക് കണ്ട റാസൽ ഖൈമ എന്ന് പറഞ്ഞ ആ റോഡ് ക്ലോസ്ഡ് ആണ് കേട്ടോ. ആ റൈറ്റ് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, കാരണം അവിടെ വെള്ളം കയറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ റോഡ് ക്ലോസ്ഡ് ആണ്, ബ്ലോക്ക്ഡ് ആണ്. അതെനിക്കെന്താ അത് ചെറിയൊരു ഇറക്കമാണ്. അപ്പോൾ അങ്ങോട്ട് ഇറക്കത്തിലേക്ക് പോകുമ്പോൾ അവിടെ വെള്ളം സ്റ്റാഗ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് റൈറ്റ്, കാരണം അവിടെ പൈപ്പ് ഇട്ടിരിക്കുക കണ്ടോ, നിങ്ങൾക്ക് റൈറ്റിൽ കണ്ടില്ലേ, ഈ പൈപ്പ് ഡ്രെയിനേജ് വെള്ളം വലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ബ്ലോക്കാണെന്ന് തോന്നുന്നു. അത് വെള്ളം പോകണമൊന്നുമില്ല, വെള്ളം നിറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് സ്ട്രെയിറ്റ് പോകണം നമുക്ക്. സോ വി ആർ ഗോയിങ് സ്ട്രെയിറ്റ്. കണ്ട റൈറ്റ് സൈഡിൽ നോക്കി വെള്ളം കയറിയിട്ടുള്ളത്, അത് പുഴയൊന്നല്ല കേട്ടോ. പുഴയോ തോടോ അങ്ങനെ ഒന്നുമല്ലേ, കുളമോ അങ്ങനെയൊക്കെ തോന്നും, പക്ഷെ അത് വെള്ളം കയറിയിട്ട് ഉള്ളതാണ്. അത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വെള്ളം പോവാൻ കുറച്ച് ദിവസം എടുക്കും. അത് കുറച്ച് ദിവസം, എനിക്ക് തോന്നുന്നു 2-3 ദിവസമൊക്കെ എടുക്കും. ഇപ്പോൾ ഈ റോഡിലെ വെള്ളം എല്ലാം ക്ലിയർ ആയി, ബട്ട് ഈ കാണുന്ന വെള്ളം പോവാൻ കുറച്ച് നാൾ എടുക്കാറുണ്ട് നോർമലി. അപ്പോൾ നമ്മൾ ഉമ്മൽക്കൻ റോഡിലേക്ക് കടന്നു.
ഹാഫ് വേ സേഫ്. ശരിക്കും കൂടുതൽ വെള്ളം കയറിയിട്ടുള്ളത് ഈ ഗല്ലികളിലാണെന്ന് തോന്നുന്നു, അതായത് വീടുകളുടെ ഏരിയ, അങ്ങനത്തെ ഏരിയയിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഈ 311 ഈ ഞാൻ വന്ന റോഡൊക്കെ ക്ലിയറാണ്, റോഡിൽ വെള്ളം നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കണ്ടു, ഈ റൈറ്റിലൊക്കെ കാണുന്നത് നമ്മുടെ നാട്ടിലത്തെ ജിമ്മിക്കുട്ടൻ, രണ്ടും ജിമ്മി, ഒരെണ്ണം വൈറ്റും ഒരെണ്ണം ബ്ലാക്കും. നമ്മുടെ ജിമ്മിക്കുട്ട. സോ അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 10-15 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിത് ഉമ്മൽക്കൈൻ റോഡിലേക്ക് കടക്കുന്നു. വരുന്ന വഴിയിൽ ആ ജെർഫ് റൗണ്ട് അബൌട്ടിൻ്റെ ഭാഗത്ത് മാത്രമാണ് നമുക്കൊരു വെള്ളക്കെട്ട് പോലെ തോന്നിയുള്ളൂ. ബാക്കി റോഡെല്ലാം ക്ലിയർ ആയിരുന്നു. ഇനി നമ്മൾ ഉമ്മൽക്കൈനിലേക്ക് കിടക്കുന്നു. എനിക്ക് തോന്നുന്നു മഴ അത്ര റോഡ് ഈ ഒരു വന്ന വഴി 311 അപ് ടു ഉമ്മൽക്കൈൻ ഫ്രം ഷാർജ മുവൈല ഇറ്റ് ഈസ് ക്ലിയർ എന്ന് പറയാം. കൺജഷൻസോ വെള്ളം കെട്ടിയിട്ടുള്ള പ്രശ്നങ്ങളോ പ്രോബ്ലങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതിനപ്പോൾ ഉമ്മൽക്കൈൻ ഏരിയയിലേക്ക് കിടക്കുന്നു. ഇത് ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങുമ്പോൾ നമ്മൾ ഉമ്മൽക്കൈനായി. ഐ തിങ്ക് ഈ ഏരിയയിൽ ഉമ്മൽക്കൈനായി ഇപ്പോൾ ആ റൗണ്ട് അബൌട്ട് കഴിഞ്ഞാൽ. ഇതുവരെ ഈ വന്ന വഴിയിൽ അത്ര പ്രശ്നങ്ങൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഫർദർ റാസൽ ഖൈമയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാവുന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, എന്തുകൊണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ നല്ല ഇഷ്ടം തോന്നി. ഇവിടെ തീരെ ഇപ്പോൾ ട്രാഫിക് ഇല്ല, ക്ലൈമറ്റ് വെതർ നല്ല രസമുണ്ട് കാണാൻ, നല്ല എല്ലാ പച്ചപ്പും അതേപോലെ റോഡും ബിൽഡിങ്സും എല്ലാം ക്ലീനായിട്ട് നിൽക്കുമ്പോൾ അത് കാണാൻ തന്നെ നല്ല രസം. ഇതാണ് ഉമ്മൽക്കൈനിലേക്ക് കയറുന്ന ഒരു ബ്രിഡ്ജ്. ഇത് സംതിങ് നൈസാണ്. ഇത് കുറേ നാൾ ഞങ്ങൾ ഇവിടെ ആയിരുന്നു, ഓൾമോസ്റ്റ് 4 to 5 years ഞങ്ങൾ ഇവിടെ ആയിരുന്നു. ഇവിടെ വന്നിട്ട് നല്ലോണം എന്നും വണ്ടി ഈ ഒരു ബ്രിഡ്ജ് കയറി ഇറങ്ങുമ്പോൾ നമ്മൾ വീട്ടിലെത്താറായതിൻ്റെ ഒരു ഫീല് കിട്ടുന്നതാണ് എന്നും എപ്പോഴും. അപ്പോൾ അതിവിടെ എത്തുമ്പോൾ നൊസ്റ്റു അടിക്കും, നൊസ്റ്റു. അപ്പോൾ ഇവിടുന്ന് ഉമ്മൽക്കൈൻ സ്റ്റാർട്ടായി. ആക്ച്വലി ഉമ്മൽക്കൈൻ ഈസ് വില്ലേജ് ഏരിയ എന്നൊക്കെ പറയാം അല്ലേ. നമുക്ക് ശരിക്ക് മാറി ഒത്തിരി ദൂരെ എന്ന് പറയും, ഇപ്പം അങ്ങനെയൊക്കെ പറയും. അതെ, വില്ലകളാണ് കൂടുതൽ. കുറച്ച് ദൂരമുള്ള പോലെ തോന്നി തുടങ്ങി. അതെ അതെ, ഇതിപ്പോൾ നമുക്ക് റൈറ്റിലൊക്കെ കണ്ടോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇതിലൊക്കെ സർവീസ് റോഡിലൊക്കെ വെള്ളം കയറിയേക്കാണ്. ഫുള്ളി ഇതാ ഫ്ലഡഡ് എന്ന് പറയാറായിട്ടില്ല. ഫുള്ളി ഫ്ലഡഡ് ഒന്നല്ല, ഇതൊന്നും ഫ്ലഡ് അല്ല. ലാസ്റ്റ് ഇയറിൽ സംഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് പോയി. ഫ്ലഡ് ഉണ്ടായിരുന്നു. ഇത് ചുരുക്കി പറഞ്ഞ ഒന്ന് കഴുകിപ്പോയി എന്ന് പറയാം, അത്ര ആയിട്ടുള്ള. ഇപ്പം ദൈവം അനുഗ്രഹിച്ചിട്ട് ഇതുവരെ. ഇനി മുന്നിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. 2 ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മഴയുണ്ടാവും നോക്കണം എന്നുള്ളത്. ക്ലൗഡ് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. അത് എനിക്ക് തോന്നുന്നില്ല പെയ്യും, മഴ പെയ്യാനുള്ളതാവും തോന്നുന്നില്ല. ബട്ട് ഫ്രണ്ടിൽ നോക്ക് എന്ത് ഭംഗിയിലേക്കണേന്ന്. ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും നിക്കുന്നത് കാണാൻ ഒരു പഞ്ഞിക്കെട്ട്. നമ്മളിത് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ അർമേനിയൻ വ്ളോഗ്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ സെയിമാ, അതിലിങ്ങനെ ബ്ലൂ സ്കൈ, അതിലിങ്ങനെ വൈറ്റ് ക്ലൗഡ്സ് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും പഞ്ഞിക്കെട്ട് വെച്ചിരിക്കുന്ന പോലെ അതേ ഫീലാണ് ഇവിടെ ഇപ്പോൾ കാണാനുള്ളത്. നമ്മൾ മഴയുടെ കാഴ്ചകൾ കാണിച്ചു തരുന്നു നിങ്ങൾക്ക്. റൈറ്റ് സൈഡിൽ ഇത് നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ നോക്കൂ. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ അത്ര വെള്ളമില്ല, ബട്ട് റൈറ്റിൽ നല്ല വെള്ളക്കെട്ടുണ്ട്. ഈ ഒരു റൗണ്ട് അബൌട്ടിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് പോകും. ഓക്കെ, സോ അതാണ് നമ്മുടെ ഉമ്മൽക്കൈൻ വരെയുള്ള കാഴ്ചകൾ. ഇനി ഉമ്മൽക്കൈൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. വീണ്ടും നമ്മൾ തന്നെ ഈ റൗണ്ട് അബൌട്ടിൽ നിന്ന് സ്ട്രെയിറ്റ് എടുക്കുന്നു. നമ്മുടെ ഉമ്മൽക്കൈനിലെ യാത്ര തുടങ്ങുന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റാസൽ ഖൈമയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വി വിൽ ബി ബാക്ക്. യെസ് ഗായ്സ്, നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി. നമ്മളിപ്പോൾ അതേ ഉമ്മൽക്കൈനിൽ നിന്ന് തിരിച്ചല്ല നമ്മൾ ഉമ്മൽക്കൈനിൽ നിന്ന് തേന നെക്സ്റ്റ് റാസൽ ഖൈമ എയർപോർട്ടിലേക്ക് പോകുന്നു. നമ്മൾ ജസ്റ്റ് ഒരു സർവീസ് റോഡ് എടുത്തതാണ്, ചെറുതായിട്ടൊന്ന് പണി പാളി. ഇവിടെ നല്ല വെള്ളമാണ്. സർവീസ് റോഡിൽ വെള്ളമില്ല, ഇവിടുന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഗ്യാപ്പുകളിൽ വെള്ളം നിറഞ്ഞിട്ട് കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ഇതാ പെട്ട് മക്കളെ പെട്ട്. എൻ്റെ കർത്താവേ,
ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയേ പറ്റൂ. ഇതേ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു, ഇവിടെ വെള്ളക്കെട്ടുണ്ട്. ഇതെനിക്ക് അറിയാവുന്ന ഒരു ഏരിയ ആണ്, അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് എടുക്കുന്നത്. കാരണം ഇവിടെ വേറെ ചാലോ ഡ്രെയിനേജോ ഒന്നും ഇല്ലയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഐ എം ഗോയിങ് ഔട്ട് എന്നല്ല, ഐ ടുക്ക് ദിസ് ബേ അങ്ങനെയൊക്കെ പറയാം. മഴ ഇനി ഇന്ന് രാത്രി പെയ്യാൻ സാധ്യതയില്ല. ഓൾറെഡി ക്ലിയർ സ്കൈന്നോ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. നമ്മളിത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഓൾമോസ്റ്റ് 1 hour കാണിക്കുന്നുണ്ട്, 66 kilometers. ഇതിനിപ്പോൾ നമ്മൾ റാസൽ ഖൈമ പോകുന്ന വഴി ഇത്രയും റഷ് ഉണ്ടാവില്ല. നമ്മൾ ഇനി കടന്ന് ആ വഴിയിൽ പോകുമ്പോൾ നമുക്ക് ഇത്രയും ക്രൗഡോ ഇത്രയും വണ്ടികളൊന്നും ആ ഭാഗത്ത് നമുക്ക് അത്ര കാണില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മഴ പെയ്തതുള്ളത് കൊണ്ട് കേട്ടോ, മഴ പെയ്തുകൊണ്ട് ഇത്രയും ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് ലേറ്റായിട്ടില്ല, നമുക്ക് എയർപോർട്ടിലേക്ക് എത്താൻ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ലേറ്റ് ആക്കി എന്നും പറയാം. ഓൾമോസ്റ്റ് 8 o'clock ഫ്ലൈറ്റ് ലാൻഡ് ആവുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയം, ഇഷ്ടം പോലെ രാത്രിയായി. ഇവിടെ പോയി തണുപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഇരുട്ടില്ല. 6:30 ഇത്ര ഇരുട്ടാവാറില്ല. ദുബായ് എന്ന് പറയുന്ന അതല്ലെങ്കിൽ UAE എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് രണ്ട് ഫേസാണ്. രാത്രി കാണാൻ വേറൊരു ഭംഗിയാണ്, ഈ ഡേ ടൈമിൽ കാണാനും വേറൊരു ഭംഗിയാണ്. രാത്രി ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം ലൈറ്റപ്പ് ആവും. ബിൽഡിങ്സ് ആയാലും സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഓപ്പൺ ആകുമ്പോൾ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതേപോലെ തന്നെ ഭംഗിയാണ് ഡേ ലൈറ്റിൽ കാണാനും. സ്കൈ, ഗ്രീനറി, ബിൽഡിങ്സ് അതൊക്കെ കൂടി അതും കാണുമ്പോൾ അതും വേറൊരു ഭംഗിയാണ്. ഇവിടുത്തെ ഈ ഭാഗത്തുള്ള ഒരു ഡെക്കറേഷൻ നോക്കിയേ, ശരിക്കും നമ്മുടെ നാട്ടിൽ പെരുന്നാളിനൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന പോലെ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ഡെക്കറേഷൻ കാണാൻ പറ്റില്ല. ഈ ഒരു ടൈപ്പ് ഓഫ് ഡെക്കറേഷൻ നമുക്ക് നാട്ടിലും ഇല്ല. ഇപ്പോൾ ഇതുവരെ 54th നാഷണൽ ഡേ മാറ്റിയിട്ടില്ല. ഇത് ന്യൂ ഇയർ വരെ ഉണ്ടാവും മിക്കതും. നല്ല ഭംഗിയുണ്ട് ഇതില്. ഇതെനിക്ക് വീഡിയോയിൽ എത്ര ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിയില്ല, ബട്ട് ഇത് കുറച്ച് ബാക്ക് ലോങ് വ്യൂ കിട്ടുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാൻ. റിയലി നൈസ്. അല്ലെങ്കിലും ഈ ഡെക്കറേഷന്റെ കാര്യത്തിൽ ഐ തിങ്ക് ഈ ലൈറ്റ്സ് എസ്പെഷ്യലി ഞങ്ങൾ കുറെ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി നാഷണൽ ഡേ അതൊക്കെ പിന്നെ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് മാറ്റത്തുള്ളൂ. നല്ല പ്രോപ്പർ ലൈറ്റിംഗ് ആയാലും ഡെക്കറേഷൻസ് ആയാലും അതെ. ഇതേപോലെ നമുക്ക് എനിക്ക് അബുദാബിയും കുറെ ലൈറ്റിലും കാര്യങ്ങളിലൊക്കെ സ്പെൻഡ് ചെയ്ത് കാണുന്നുണ്ട്. ഞാൻ അബുദാബി ഞങ്ങൾ നൈറ്റ് അത്ര പോയിട്ടില്ല, ബട്ട് ഡേ ടൈമിൽ പോകുമ്പോഴും അവിടെ കാണാം ലൈറ്റുകൾ കുറെ വെച്ചിട്ടുള്ളത്. ഈ ന്യൂ ഇയറിൻ്റെ ടൈമിലായാലും നാഷണൽ ഡേയുടെ ടൈമിലൊക്കെ ആകുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഇനി നമ്മൾ കിടക്കുന്നത് ടൗണ് വിട്ടു, ഉമ്മൽക്കോയിൻ്റെ മെയിൻ ഒരു ടൗൺ ഏരിയ വിട്ടിട്ട് ഇനി നമ്മൾ കുറച്ച് ഇങ്ങനെ ഒരു ലോൺലി ചെറിയൊരു വലിയധികം റഷ് ഇല്ലാത്തൊരു വഴിയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഇനി കണ്ടറിയണം ഈ വഴിയിൽ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത്. സ്ട്രീറ്റ് ലൈറ്റ്സും കുറച്ച് വണ്ടികളും ഞാനും നീയും ഞങ്ങളും മാത്രം. യെസ് ഗൈസ്, അപ്പോൾ നമ്മളിതേന കുറേ ദൂരം ഇങ്ങോട്ട് പോന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ റാസൽ ഖൈമയിലേക്ക് എത്തിയിട്ടാണ്. റാസൽ ഖൈമയുടെ ഏരിയയിലേക്ക് കടന്നു. അപ്പോൾ വേറെ ടൈപ്പ് ഓഫ് ടെറൈനായി എന്ന് തന്നെ പറയാം. കുറച്ച് ഡെസേർട്ട്, മൗണ്ടൻസ്, ചെറിയ ഡെസേർട്ടഡ് ഏരിയ പോലെ തോന്നും. കുറവാണ് പിന്നെ. അതെ, സ്ട്രെയിറ്റ് റോഡ് നമുക്ക് വലിയ വളവും തിരിവൊന്നുമില്ല. നമ്മളിത് ഇപ്പോൾ ഏകദേശം ഒരു 15 to 14 minutesൻ്റെ ഉള്ളിൽ എയർപോർട്ട് എത്തും. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല വഴിയിൽ. ക്ലിയർ ആയിരുന്നു റോഡ് എന്ന് പറയാം അല്ലേ? അതെ, ചെറുതായിട്ട് അവരൊരു ഷോർട്ട് കട്ട് എടുപ്പിച്ചു. പക്ഷെ അവിടെ റോഡ് ഉണ്ടായിരുന്നില്ല, റോഡ് പണി നടക്കുന്നേ ഉള്ളൂ. അതെ, അപ്പം നമ്മൾ ആ വഴി എടുത്തില്ല, നേരെ തിരിച്ച് അവിടെ തിരിക്കാൻ ഓപ്ഷൻ ഉണ്ടായത് ഭാഗ്യം നമ്മൾ എടുത്തു. അതേ ഇപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് യെല്ലോ കളറായിട്ടുണ്ട്. കുറച്ച് ദൂരം നമുക്ക് വൈറ്റ് ആയിരുന്നു. എൻ്റെ ഹെഡ് ലൈറ്റ് വൈറ്റ് കളർ നിങ്ങൾക്ക് കാണാം. ഇതെൻ്റെ ബ്രൈറ്റ്, ഇതെൻ്റെ ഡിം. സോ വി ആർ ഓൺ ദി വേ. നമുക്കൊന്നുമില്ല, സ്ട്രെയിറ്റ് റോഡാണ്. റാസൽ ഖൈമയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഉമ്മൽക്കോയിൻ ടു റാസൽ ഖൈമ ഇറ്റ്സ് ഗോയിങ് സ്ട്രെയിറ്റ്. വേറെ ഒന്നും നോക്കാനില്ല, തിരിവോ വളവോ ഒന്നുമില്ല, നേരായിട്ട് വെച്ച് പിടയ്ക്കാം. നമ്മളിങ്ങനെ മെല്ലെ പാട്ടും കേട്ടിട്ട് പോവാം. ഇതേ കണ്ടപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പോയാൽ പത്രോളൊക്കെ കണ്ടു. അതൊക്കെ ഒരു സൂപ്പർ, എനിക്കൊരു ഫേവറേറ്റ് വണ്ടിയാണ് കേട്ടോ അത്, പത്രോൾ. അത് സഫാരി എന്ന് പറയും, സംതിങ് നൈസ്.
സംതിങ് സ്പെഷ്യൽ എന്നൊക്കെ പറയാം. എല്ലാവരും ഈ ഒരു ക്യാമ്പിംഗ് മൂഡിലേക്ക് കടന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ വന്ന വഴിക്ക് കുറെ ഞങ്ങള് ലെഫ്റ്റ് റൈറ്റും സൈഡില് കണ്ടു മൗണ്ടൻ ഏരിയാസിൽ എല്ലാവരും പുറത്ത് ക്യാമ്പിങ്ങിന് ഇറങ്ങിയേക്കുക, കാറിലായാലും ഇല്ലെങ്കിൽ ബാർബിക്യൂ. അതെ, അതെ. തണുപ്പ് തുടങ്ങിയ GCCയിൽ എല്ലായിടത്തും ഇത് തന്നെയാണ് ഒരു വൈബ്. അതെ അതെ അതെ. UAEയിലുള്ള ഒരു മെയിൻ ഇത് തന്നെയാണ്, ക്യാമ്പിങ്ങിന് പോവാ, ബാർബിക്യൂ അടിക്കാൻ പോവാന്ന് പറയും വീക്കെൻഡ്സിൽ. അപ്പോൾ അതിൻ്റെ മെയിൻ ഏരിയ ആണ് ഈ. അപ്പോൾ റൈറ്റ് സൈഡിൽ ആ മൗണ്ടൻ്റെ മേലെ ഒരു വെള്ള ലൈറ്റ് കണ്ട, അവർ ക്യാമ്പിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ ക്യാമ്പിങ്ങിന് വേണ്ടി പോവാവും. എനിക്ക് വലിയ കഥയില്ല കേട്ടോ. അത് നമ്മൾ അവിടെ പോയി ഇരുന്ന് കുറേ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യണം, കൈ കഴുകലായാലും കുക്കിംഗ് ആയാലും. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗുഡ് ഫോർ. പോവും നമ്മള് പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോയി ക്യാമ്പ് ചെയ്യുന്നത്. ഇപ്പൊ റൈറ്റ് സൈഡിൽ കണ്ട ഒരു ലൈറ്റ് ഇട്ടിട്ടുള്ളത്, അത് ടെൻ്റാണ് കേട്ടോ. അത് ഒരു പ്രൈവറ്റ് കമ്പനികളോ അങ്ങനെ ആളുകൾ ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ചിട്ട്, അപ്പോൾ അവിടെ വന്നിട്ട് ആൾക്കാർ ക്യാമ്പ് ചെയ്യാം. അവരെല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യും, ലൈറ്റ്, ടെൻറ്റ്, അങ്ങനെ ബാർബിക്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ. എന്തോ ഞങ്ങൾക്ക് വലിയ ക്യാമ്പിങ് വലിയ കഥ തോന്നാറില്ല. അതെ, very often, like every week weekend പോകുന്ന ആൾക്കാരുണ്ട്. അത് പുതിയ പുതിയ സ്ഥലത്ത് ഫുജേറയായി, റാസൽ ഖൈമ, അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ അത് ഓരോരുത്തരുടെ വൈബ്, അങ്ങനെ പറയാം. ആ വൈബ് പിടിച്ചിട്ട് അങ്ങനെ പോകുന്ന കുറെ ആൾക്കാരുണ്ട്. That is also another അതായത് ഓഫ് റോഡ് പോയിട്ട് ക്യാമ്പിങ്ങിന് നിൽക്കുന്നവര് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതെന്തോ എനിക്കാണ്ട് ദഹിക്കാറില്ല, അത്രേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ ടേസ്റ്റാണത്. അപ്പോൾ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ എയർപോർട്ട് റോഡ് റൈറ്റ് എടുക്കണം. എൻ്റെ അമ്മ, റൈറ്റിൽ വലിയൊരു വണ്ടി ഇങ്ങനെ പടച്ചു വരുന്നുണ്ട്. ചിലർ വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യം തോന്നും. അവർ വേറൊരു വണ്ടിയും ശ്രദ്ധിക്കില്ല. അവരവരുടെ കാര്യം നോക്കിയിട്ട് പെട്ടച്ച് പോവുക. എന്തെന്നാ പറയാം, അതെനിക്ക് അവരാണ് റോഡിൻ്റെ അധിപൻ. അതെ, മൈൻഡിലാണ് അവർ പോവുക. എന്തോന്ന് പറയാം. എന്തായാലും നമ്മളിതിപ്പോൾ എയർപോർട്ട് റോഡാണ് എന്ന് പറഞ്ഞ് ഇതിപ്പോൾ റൈറ്റ് തിരിയാൻ പറഞ്ഞിട്ടുണ്ട്. സൈൻ ബോർഡ്സൊക്കെ കാണാനുണ്ട്. ഇവിടെ ഒക്കെ വില്ലകൾ കാണാട്ടോ നമുക്ക്. സേഫ്റ്റി അലേർട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ. സേഫ്റ്റി അലേർട്ട്, ബി സേഫ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിതിപ്പോൾ മെസ്സേജ് വന്നു. അത് ഗവൺമെൻറ്റിൻ്റെ ആണ്. ഞാൻ സൈലൻറ്റിലായിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്കിവിടെ ബോർഡ് കാണാം, സിറ്റി സെൻറ്റർ, പിന്നെ അതേപോലെ എയർപോർട്ടിൻ്റെ രണ്ടിൻ്റെ ബോർഡ് ഇവിടെ കാണാനുണ്ട്. നമ്മളൊന്ന് സ്പീഡ് കുറയ്ക്കുക. അവിടുന്ന് റൈറ്റാണ് പോകാനുള്ളത്. അവിടെ എന്തോ ഒരു ബ്ലോക്ക് കാണാനുണ്ട്. കർത്താവ്, അതെ, പബ്ലിക് സേഫ്റ്റി അലേർട്ട്, എമർജൻസി അലേർട്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദിസ്. ഇവിടെ സിഗ്നല്ല ഭാഗ്യം. ഇതേപ്പോൾ നമ്മൾ റാസൽ ഖൈമയുടെ ഉള്ളിൽ, ടൗൺ അല്ല, ഒരു ഞാൻ പറഞ്ഞില്ലേ റാസൽ ഖൈമ ഇറ്റ്സ് എ വില്ലേജ്, കംപ്ലീറ്റ് വില്ലേജാണ്. വലിയ ടൗണായി വരുന്നേ ഉള്ളൂ, ടൗണും കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ട പഴയ UAEയുടെ ഒരു ചെറിയൊരു ഭാഗം എന്ന് തന്നെ പറയാം. ഇപ്പോഴും അതിങ്ങനെ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നു. വലിയ ഫാക്ടറികളുണ്ട്, ബിൽഡിങ്സ് ആയി വരുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 2 floor അല്ലെങ്കിൽ 3 floor ഒക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് മാക്സിമം കാണാനുള്ളത്. കണ്ട എന്തൊക്കെയാ ചെയ്യണത്, ഇതൊക്കെ ഒന്ന് മെല്ലെ പോടാ. അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റർ അങ്ങോട്ട് റൈറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പൊക്കോളാൻ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓടിക്കാൻ. ഇപ്പോൾ ഇവിടെ ഈ സ്പീഡിൽ പോകുന്നവർക്ക് ഇവിടുത്തെ വഴിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമുക്കിത് അറിയില്ല. ഇവിടെയൊക്കെ കണ്ടത് ഇതൊക്കെ മാക്സിമം 2 race ബിൽഡിങ്സ് ആണ് കേട്ടോ. 2 race അല്ലെങ്കിൽ 3 മാക്സിമം. ഇത് ഉമ്മൽക്വൈൻ കുറച്ചും കൂടി വലുതായിട്ടുള്ള പോലെ തോന്നുന്നു അല്ലേ? പക്ഷെ ഉമ്മൽക്വൈനൊക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. റിസോർട്ട്സ് ആയാലും we could see a lot of foreigners, tourist place ആയിട്ട് വരുന്നുണ്ട്. അതെ, ബീച്ചസ് ആൻഡ് റിസോർട്ട്സ് ഒക്കെ. റാസൽ ഖൈമ അങ്ങനെ തന്നെയാണ്, സെയിം കാറ്റഗറിയിൽ തന്നെ വരുന്ന ഒരു സ്പോട്ടാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയൊരു റഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടകളൊക്കെ ഇവിടെ കൂടുതൽ കാണാനുണ്ട്. വഴിയിൽ മഴയുടെ ആഫ്റ്റർ എഫക്ട്സ് എന്നോണം വെള്ളം ഇവിടെ കാണാനുണ്ട് കേട്ടോ. അതേ റോഡിൽ ലെഫ്റ്റ് സൈഡിൽ. ബട്ട് നമ്മളത് ടച്ച് ആവുന്നില്ല, റോഡ് ഫുള്ളായിട്ടില്ല എന്ന് തന്നെ പറയാം. സോ നമ്മൾ ഓൾമോസ്റ്റ് എയർപോർട്ടിൻ്റെ അവിടെ എത്താറായി. എന്തായാലും നോക്കാം, നമുക്ക്
എങ്ങനെയുണ്ട് എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു ചെറിയ റൗണ്ട് അബൌട്ട് കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ട് സോണിലേക്ക് കടക്കും, പിന്നെ എയർപോർട്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ ഇനി റെസ്ട്രിക്റ്റഡ് ആവും. അപ്പോൾ ഞാനിനി വീഡിയോ ഇവിടുന്ന് ഓഫ് ചെയ്യാണ്. ഇനി അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോ തുടങ്ങാം. അതല്ല നല്ലത്, കാരണം അത് എയർപോർട്ട് സോൺ ചിലപ്പോൾ വീഡിയോ അലൗഡ് ആവില്ല. സോ നൈസ്. സോ അങ്ങനെ നമ്മൾ റാസൽ ഖൈമ എയർപോർട്ടിലെത്തി അല്ലേ? റാസൽ ഖൈമ എയർപോർട്ടിലെത്തി. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. വരും, ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ട്. എന്തായാലും പുറത്തേക്ക് എത്തി. സോ നമ്മളിപ്പോൾ എവിടെ എത്തി? നമ്മളിപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്, റാസൽ ഖൈമ. ഇനി നമ്മൾ അവിടെ ചെന്ന് അവരെ കാണണം എന്ന് പറഞ്ഞാൽ അവൻ പുറത്തേക്ക് വരണം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചെറിയൊരു ക്യൂട്ട് എയർപോർട്ട് അല്ലേ? ക്യൂട്ട് ചെറിയൊരു എയർപോർട്ടാണ്. ചെറിയൊരു എയർപോർട്ടാണ്. നമ്മളിനി നോക്കരുത്. ഇതാണ് അവർ വരുന്ന ആ വഴി. സോ ലെറ്റ്സ് വെയിറ്റ്. റിയാസേ, അതെ ഇങ്ങോട്ടല്ല വഴി, അങ്ങോട്ടാ. എങ്ങനെയുണ്ട് സ്ഥലം റിയാസേ? അടിപൊളി എയർപോർട്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്തായാലും നോക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞ സ്ഥലമില്ല. കുല്ലു കലാസ്. സോ അങ്ങനെ നമ്മൾ ഒന്നുമില്ല, ഇത് വാഷ്റൂം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റിയാസിനെ പൊക്കി എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഇനി തിരിച്ചു പോകുന്ന കാഴ്ച. ഇത് അറൈവലല്ല, ഇവിടെയല്ല, അപ്പുറത്തെ വണ്ടി പറക്കാൻ പറ്റുള്ളൂ. സോ ഗായ്സ്, നമ്മൾ ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് പോകുന്ന ഒരു സ്ട്രീറ്റ് ലൈറ്റും ഇല്ല. ഇപ്പോഴത്തെ ഈ റോഡിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റും ഇല്ല. നമ്മൾ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പവറിൽ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പവർ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. കണ്ട ഒരു കിളി നമ്മുടെ ലൈറ്റ് കണ്ടിട്ട് പോകണമെന്ന് തോന്നുന്നു. ഇനി ഒരു റൗണ്ട് അബൌട്ട് വരും, അവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പോകുന്നത്. ഡേ ടൈമിൽ വരികയാണെന്ന് ഇറ്റ്സ് ഫൈൻ. അല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ വരും. എന്തായാലും കുഴപ്പമില്ല. മഴ ഇപ്പോൾ ശരിക്കും മഴ പെയ്യണം, അപ്പോഴൊരു ടെറർ ഫീൽ വരുള്ളൂ. എന്തായാലും സംഭവം കളറായിട്ടുണ്ട്. എങ്ങനെ നമ്മളിനി പോകുന്നു. അവിടെ ഇപ്പോൾ വണ്ടി അപ്പുറത്തൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇല്ല, വണ്ടിയൊന്നും ഇല്ല. എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ യാത്ര നമ്മൾ സ്ട്രെയിറ്റ് നേരെ അജ്മാനിൽ ചെന്ന് മുട്ടും. അതായത് ഇതന്നെയല്ലേ? അപ്പോൾ നമ്മൾ ഇനി അജ്മാനിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഈ കണ്ണു കാണാത്ത വഴിയിലൂടെയുള്ള യാത്രയാണ് ഇപ്പോൾ പോകുന്നത്. അതായത് സ്ട്രീറ്റ് ലൈറ്റ് എത്തുമ്പോൾ നമുക്കൊരു ആശ്വാസമാവും. ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വരുമ്പോൾ വേണ്ട, നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിച്ച് പോണ പോലെ ഉണ്ട്. ഇതൊരു വേറിട്ട അനുഭവമായി. നമ്മൾ ഇത്ര ദൂരം വന്ന ഒരു ലുക്കല്ല ഇവിടെ തിരിച്ച് നമ്മൾ പോകുമ്പോൾ കിട്ടിയുള്ള എക്സ്പീരിയൻസ്. പല ക്യാമ്പിംഗ് സ്പോട്ടുകൾ കണ്ടു. ഡെസേർട്ടിൽ കുറച്ച് മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് നിൽക്കുന്നത് കണ്ടു. അങ്ങനത്തെ പല ഏരിയകളും കവർ ചെയ്ത് നമ്മൾ ഇതിനിപ്പോൾ ഒരു ഐസൊലേറ്റഡ് ഏരിയ എന്നൊക്കെ പറയാം. പക്ഷെ ഇത് ഐസൊലേറ്റഡ് ഒന്നും അല്ല ശരിക്ക്. ഇപ്പോൾ രാത്രിയും പിന്നെ ഈ മഴ പെയ്തതിൻ്റെ എഫക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് തോന്നുകയാണ്. എന്തായാലും നല്ല രസമുണ്ട് ഇങ്ങനെ പോകാനായിട്ട്. ദില്ലിൻ ജാപ്പർ ബി ഓൺ ദി വേയിൽ നമുക്ക് ദൈവം വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വെള്ളം അങ്ങനെ കയറി അങ്ങനെ പ്രശ്നങ്ങളായിട്ടില്ല അല്ലേ? നമ്മളിത് അതെ, നല്ലൊരു ഡ്രൈവായിരുന്നു. റാസൽ ഖൈമ എയർപോർട്ടിൽ നിന്നുള്ള ഡ്രൈവും ഭയങ്കര രസമായിരുന്നു അല്ലേ? ഭയങ്കര തണുപ്പായി. ഇവിടെയും ആക്ച്വലി തണുപ്പായി. ഇപ്പം ഈവനിങ് ആയപ്പോഴത്തേനും നല്ല എല്ലായിടത്തും. ഇനി ഓൾറെഡി മഴ പെയ്തുകൊണ്ട് തണുപ്പ് കൂടും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ലൈക്ക് ആൻ ഒഫീഷ്യൽ സ്റ്റാർട്ട് ഓഫ് വിന്റേഴ്സ്. ദാറ്റ്സ് ഇറ്റ്. അതിന്റെ ഒരു മഴയായിരുന്നു തോന്നുന്നു. അതെ, ഞാൻ റൗണ്ട് അബൌട്ടിലുള്ളത്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വണ്ടികൾ നിന്നാലേ എനിക്ക് കയറി പോവാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് ഞാൻ എന്തായാലും പോവാം. ഓക്കെ ഞാനിതാ പോകുന്നു. അവൻ നിർത്താനുള്ള ഉദ്ദേശത്തിലല്ലേ വന്നത്? ചിലർക്കൊരു വാശിയാ, നീ ആരടാ നേരെ ഓടിച്ചു പോവാന്നുള്ള ആ ഒരു മൈൻഡാണ് ചിലർക്കുള്ളത്. എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കാണാം എങ്ങനെയാണ്. നമ്മൾ വന്ന വഴിയിലൊന്നും ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനി മുന്നോട്ടുള്ള അവസ്ഥകളും നമുക്കൊന്ന് നോക്കാം. സോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ട്രിപ്പോ റൈഡോ ഇല്ലെങ്കിൽ റെയിൻ റൈഡോ എന്തെങ്കിലും പറയുന്നത് പാണ്ഡു ഇവിടെ ഇരിക്കുന്നു. നമ്മളങ്ങനെ പോയി വന്നു, വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ പാണ്ഡു, ഇതാണ് നമ്മുടെ പാർക്കിംഗ് ലൊക്കേഷൻ. ആളിതേപോലെ സേഫായി ഇരിക്കുന്നത്. വൃത്തിയാക്കാനുണ്ട്. എന്തായാലും മഴ കഴിഞ്ഞിട്ടാണ് ഇനി
മൺഡേ ഒക്കെ ആയിട്ടാണ് ആളൊന്ന് വാഷിന് കയറ്റാൻ പറ്റില്ല, ഫുള്ള് കച്ചറയായിട്ടിരിക്കുകയാണ്. ഫുള്ള് വാഷ് ചെയ്ത് സെറ്റാക്കി എടുക്കണം. സോ ദാറ്റ്സ് ഇറ്റ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറേ ഗ്ലിംസ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി, എങ്ങനെയാണ് ഇവിടെ മഴ പെയ്തിട്ടുള്ള റോഡും കാര്യങ്ങളും. ലാസ്റ്റ് നിങ്ങളൊരു ഏരിയ കണ്ടില്ലേ, അത് സ്റ്റിൽ ഫ്ലഡഡ് ആണ്. രാവിലെ മുതൽ അവിടെ ഇങ്ങനെ വെള്ളം കയറി നിൽക്കുക. ബട്ട് മോസ്റ്റ് ഓഫ് ദി ഏരിയാസ് ഇറ്റ്സ് ക്ലിയർ നൗ. എന്തായാലും ഞാൻ വണ്ടി പൊട്ടിയില്ലാന്ന് ക്ലോസ് ചെയ്തു. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു റോഡ് ടൂറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഞങ്ങൾ പറ്റുന്ന രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. മോമോ റൂമിൽ പോയി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.